നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഇന്നലെ വരെ ഏതാണ്ട് സമാധാനത്തിലേക്ക് എത്തുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ട്രംപും ഇറാനും തമ്മിൽ ഔദ്യോഗികമായി ഒരു കരാറിൽ ഒപ്പിടാൻ പോകുന്നു. അവിടെ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കും. ഉപരോധങ്ങൾ ഇറാൻ എതിരെയുള്ളത് പിൻവലിക്കും. ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കും. അത്തരം നിരവധി കരാർ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് വീണ്ടും നിലപാട് മാറ്റുകയാണ്. കരാർ ഉടനില്ല എന്നാണ് പ്രഖ്യാപനം. അതിൽ ചില വ്യവസ്ഥകളിൽ ധാരണ എത്താനുണ്ട്. എല്ലാം ഉറപ്പിച്ച ശേഷം മാത്രം മതി കരാറിലേക്ക് എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് എത്തുകയാണ്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. കരാർ ഉടനില്ലെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷം നീളുമെന്ന സൂചന. ആവശ്യത്തിന് സമയമെടുത്ത് കൃത്യമായ കരാറിലെത്തണമെന്നും ട്രംപ്. പിഴവുകൾ ഉണ്ടാകാൻ പാടില്ലെന്ന് മധ്യസ്ഥർക്ക് നിർദ്ദേശം. യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ അമേരിക്ക ശ്രമിക്കരുതെന്ന് ഇറാൻ MP. സമാധാന കരാറിലെത്താൻ കാത്തിരിക്കണം. കരാർ പ്രകാരം ആണവായുധം സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കണം. ഹോർമുസ് നിയന്ത്രണം ഇറാൻ നൽകും. ഉപരോധങ്ങൾ പിൻവലിക്കും. ഇറാന് പരോക്ഷ മുന്നറിയിപ്പുമായി വീണ്ടും ട്രംപ്. ഇറാൻ പതാക ഏന്തിയ കപ്പലുകൾക്ക് സമീപം സ്ഫോടനം നടക്കുന്ന ചിത്രം പങ്കുവച്ചു. ഗുഡ് ബൈ എന്നർത്ഥം വരുന്ന പോസ്റ്റ് പങ്കുവച്ചത് ട്രൂത്ത് സോഷ്യലിൽ. നിരവധി കപ്പലുകൾ തീപിടിച്ചു പൊട്ടിത്തെറിക്കുന്നതും ചിത്രത്തിൽ. ചിത്രം AI സഹായത്തോടെ തയ്യാറാക്കിയതെന്ന് സൂചന. യുക്രൈനിൽ വൻ റഷ്യൻ ആക്രമണം. 600 ഡ്രോണുകളും 90 മിസൈലുകളും തീതുപ്പി. 4 മരണം. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ വേണമെന്ന് യുക്രൈൻ. വീണ്ടും കുതിച്ചുയർന്ന പെട്രോൾ ഡീസൽ വില. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോൾ വില ₹115.32. രണ്ടാഴ്ചക്കിടെ വില വർധനവ് 4ാം തവണ. കാലവർഷം നാളെ എത്തും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കു സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കനത്ത കാറ്റിനെയും ഇടിമിന്നലിനെയും കരുതണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. IAS തലപാടത്തിലെ അതൃപ്തി ക്യാബിനറ്റ് യോഗത്തിൽ അറിയിക്കാൻ മന്ത്രിമാർ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാനുള്ള സർക്കാർ ശുപാർശയിൽ PSC തീരുമാനം ഇന്ന്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് ഇന്ന്. ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പേർക്കെതിരെയും നടപടിക്കു സാധ്യത. ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകുമെന്ന സൂചന. മുഖ്യമന്ത്രിയെ ഇൻഡിഗോ വിമാനത്തിൽ ആക്രമിച്ചുവെന്ന കേസിൽ വ്യോമയാന വകുപ്പ് നിലനിൽക്കില്ലെന്ന റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ. തിരക്കിട്ട് കരാർ വേണ്ട. സമാധാന പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി വീണ്ടും ട്രംപിന്റെ നിലപാട് പുറത്തുവരികയാണ്. ഇറാനുമായുള്ള ചർച്ചകളിൽ തിരക്കിട്ട് ഒരു തരത്തിലും താൻ കാര്യങ്ങൾ നീക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കൃത്യമായ ഒരു കരാറിലെത്തണമെന്നും അതിൽ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയാണ്. ഇക്കാര്യത്തിൽ നമുക്കറിയാം തുർക്കിയും പാകിസ്ഥാനും മറ്റുമാണ് മധ്യസ്ഥ ശ്രമങ്ങൾ വഹിക്കുന്നത്. ഇരുവർക്കും ഈ നിർദ്ദേശം ട്രംപ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ ഇറാനുമായുള്ള കരാറൊക്കെ പൂർത്തിയാക്കി എന്നുള്ള നിലയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് ട്രംപ് വരുന്നത്. നാവിക ഉപരോധം പൂർണ്ണമായും അമേരിക്കയുടെ അത് ഈ കരാറിലെത്തുന്നത് വരെ തുടരുമെന്നും ട്രംപ് അത് ശക്തിയോ തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം നീളും എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, നേരത്തെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരം പുരോഗതി ഉണ്ടായതിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കം പോസിറ്റീവായുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. മാർക്കോ റൂബിയോ ഇക്കാര്യത്തിൽ ചില പുരോഗതികളുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തും എന്ന സൂചനകളായിരുന്നു ഇന്നലെ വരെയും പുറത്തു വന്നത്. ഇത് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നടത്തിയ പ്രതികരണം വ്യത്യസ്തമാണ്. തിടുക്കത്തിൽ കരാർ വേണ്ട എന്ന്
ട്രംപ് വ്യക്തമാക്കുന്നു. ഒപ്പം ഒബാമ ഭരണകാലത്ത് ഇറാനുമായി ഏർപ്പെട്ട ആണവ കരാറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കരാറായിരിക്കും ഉണ്ടാവുക എന്നുകൂടി ആ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഒബാമ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആണവ കരാർ അത് വലിയ തോതിൽ ഉള്ള പണമൊഴുക്ക് ഇറാന് അവസരമൊരുക്കി, പണം നേടാൻ ഇറാൻ അവസരമൊരുക്കി, അത് ആണവായുധം നിർമ്മിക്കാൻ അവസരമൊരുക്കി. അത്തരത്തിൽ ഉള്ളൊരു കരാറാവില്ല. ഉചിതമായതും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ ഒരു കരാറായിരിക്കും. തികച്ചും വ്യത്യസ്തമായ, ഒബാമ കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കരാറാകും ഉണ്ടാവുക എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ US സമാധാന കരാറിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇക്കാര്യത്തിൽ തിടുക്കം വേണ്ട എന്ന നിലപാടിലേക്ക് US പോയത് എന്തുകൊണ്ട് എന്ന കാര്യങ്ങളിലടക്കം പലതരത്തിലുള്ള ചർച്ചകളുമുണ്ട്. പ്രധാനമായും സമാധാന കരാറിലേക്ക് എത്താനുള്ള ധാരണാപത്രത്തിലെ നിബന്ധനകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായി ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഹോർമൂസിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിച്ചാൽ ഇത്തരത്തിൽ ഇറാനും ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുമെന്നും തുറക്കും എന്നും അങ്ങനെ ചർച്ചകളിൽ നിറഞ്ഞത്. അക്കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിലെത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും ടോൾ പിരിവ് അടക്കമുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാന കരാറിലേക്ക് ഉള്ള നിബന്ധനകൾ, ധാരണാപത്രത്തിലെ നിബന്ധനകൾ സംബന്ധിച്ച വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആണവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറാൻ മാധ്യമങ്ങൾ, ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇറാനോട് ഔദ്യോഗികമായി നിലപാട് പറയുന്നതിനോട് അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങളും ഇക്കാര്യം നിഷേധിക്കുകയാണ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ CBS ന്യൂസിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു കരാറിലേക്ക് ഉടൻ എത്തിയേക്കാം. ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഒരു പ്രതിസന്ധി അവരുടെ പരമോന്നത നേതാവ് മൊജ്തബ കബനിയുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്നത് വ്യക്തമല്ല. വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് അദ്ദേഹവുമായി ആശയവിനിമയത്തിന് ഈ ഘട്ടത്തിൽ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാൻ US സമാധാന കരാറിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. തിടുക്കത്തിൽ കരാറിലേക്ക് എത്തേണ്ട എന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. അത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ കാരണം എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട്. പക്ഷേ അപ്പോഴും സാമ്പത്തിക ഉപരോധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കരാറിൽ നിബന്ധനകൾ ഉണ്ടാകില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യഘട്ടത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ, ഈ കാലയളവിൽ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുക, അതായത് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുന്നതിനനുസരിച്ച് ആ പിൻവലിക്കുന്ന മുറയ്ക്ക് ഇറാനും അവരുടെ നിയന്ത്രണങ്ങൾ മാറ്റും. എന്നാൽ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഹോർമൂസിൻ്റെ പരമാധികാരം ഇറാനിൽ നിലനിർത്തുന്ന കാര്യത്തിലുമൊക്കെയുള്ള അവ്യക്തതകൾ തുടരുകയാണ്. മറ്റൊന്ന്, ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധ കാര്യങ്ങൾ സംബന്ധിച്ചാണ്. ഈ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലാണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച പോസ്റ്റിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത്. അതായത് ഒബാമയുടെ കാലയളവിൽ ഉണ്ടാക്കിയ കരാർ അത് വലിയ തോതിൽ പണം സമാഹരിക്കാൻ ഇറാന് വഴിവെച്ചു എന്നാണ് ഈ പോസ്റ്റിൽ ഒരു വിമർശനമായി ഉള്ളത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയുമാകാം. നിരവധി അനിശ്ചിതത്വങ്ങളുടെ ഇടയിൽ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോളം അവർ സംസാരിച്ചു. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്നാണ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ചർച്ച വിജയകരമായിരുന്നു എന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും നിർത്തലാക്കണം, നിലവിൽ സമ്പുഷ്ടീകരിച്ച ഇറാന്റെ ആണവ സാമഗ്രികൾ പ്രദേശത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റണം എന്നിവയാണ് അത്യാവശ്യമായി നടപ്പിലാക്കേണ്ടത് എന്ന് നെതന്യാഹു പ്രസ്താവനയിൽ അറിയിക്കുകയാണ്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ലെന്നും ഇരുവരും വ്യക്തമാക്കുന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ഇവിടെയാണ് കാർത്തിക് ഈ ട്രംപ് സമാധാന ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ ട്രംപും നെതന്യാഹുവുമായി ചില പ്രശ്നങ്ങളുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ നെതന്യാഹുവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണോ ട്രംപിന്റെ നിലപാടിൽ വീണ്ടും ഒരു മാറ്റം വന്നത് എന്നുള്ളതാണ്. അതായത് തിടുക്കപ്പെട്ടൊരു കരാർ വേണ്ട, അത് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നതിന് ശേഷം മതി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് നെതന്യാഹുവുമായുള്ള സംസാരത്തിന് ശേഷമാണോ എന്ന് നമ്മൾ സംശയിക്കണം. ഇസ്രയേലിനെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചത്. ഈ ആശയവിനിമയത്തിലടക്കം
നെതന്യാഹു വ്യക്തമാക്കിയത് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുമാണ്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ തന്നെ അവരുടെ നിലപാട് നെതന്യാഹു പരസ്യമാക്കുകയും ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും ആക്രമിക്കില്ല എന്നതാണ് ഈ സമാധാന കരാറിലെ ധാരണാപത്രത്തിലെ ഒരു സുപ്രധാന നിബന്ധന. അതായത് ഇസ്രയേൽ കൂടി തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാകണം നിലവിൽ സമാധാന കരാറിലുള്ള ധാരണാപത്രത്തിലെ നിബന്ധനകളിൽ പ്രധാനം എന്നൊരു നിലപാട് ഇറാനുണ്ട്. പക്ഷേ അതിൽ ഇസ്രയേൽ ഈ ഘട്ടം വരെയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഡൊണാൾഡ് ട്രംപുമായി ആശയവിനിമയത്തിന് ശേഷവും അദ്ദേഹം പങ്കുവയ്ക്കുന്ന വികാരം അതാണ്. അതായത് നെതന്യാഹു പറയുന്നത് ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ അത് പൂർണ്ണമായി നിർത്തലാക്കണം, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ അത് ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ ചർച്ചകളിൽ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നാൽ മാത്രമേ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. അതുവരെ ഇറാന് നേരെയുള്ള ഏതുതരം വെല്ലുവിളികളും നേരിടാനുള്ള സ്വാതന്ത്ര്യം ഇസ്രയേലിന് ഉണ്ട്. അതായത് ഇറാനിൽ നിന്നുള്ള ഏത് വെല്ലുവിളിയും നേരിടാനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിനുണ്ട് എന്നുകൂടി നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നു. അതായത് സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയാലും ഇറാൻ ഇസ്രായേലിന് നേരെയോ ഹെസ്ബുള്ള അടക്കമുള്ളവരിൽ ലെബനനിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകും, പ്രതിരോധിക്കും. ഇതാണ് നെതന്യാഹുവിൻ്റെ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ്റെ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറിനും ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ നയത്തിൽ മാറ്റമില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് നെതന്യാഹു. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഇന്നലെയാണ് ഈ പശ്ചിമേഷ്യ സംഘർഷത്തിൽ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയിൽ ചില വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അതിൽ ഒന്ന് രണ്ട് വ്യവസ്ഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം 30 ദിവസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. അത് തസ്നീം ന്യൂസ് ഏജൻസി, ഇറാന്റെ വാർത്താ ഏജൻസി, ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നു എന്നും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണം എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജനങ്ങളോടും മാധ്യമങ്ങളോടും ആഹ്വാനം ചെയ്തത് പ്രധാനമാണ്. ഒപ്പം എല്ലാ തീരുമാനവും സുപ്രീം കൗൺസിലറും പരമോന്നത നേതാവ് അംഗീകരിച്ച് മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്ക ഇറാൻ ധാരണ സംബന്ധിച്ച് വന്ന ചില വിവരങ്ങൾ അനുസരിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തലാക്കും. ഇപ്പോൾ ഉള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ചത് അത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൈമാറിയേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. മറ്റൊന്ന്, അമേരിക്ക ഇറാന് മേൽ ഏർപ്പെടുത്തിയ ഓയിൽ കയറ്റുമതിയിലെ നിയന്ത്രണമടക്കം പിൻവലിക്കും എന്നുള്ള ധാരണ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഒപ്പം ചില അന്യ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഇറാന്റെ ആസ്തികൾ അത് അമേരിക്ക മരവിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ്, ഒരു ശതമാനം ഇറാന് കൈമാറുമെന്നുള്ള വിവരമുണ്ട്. ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 60 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ നടക്കും എന്നും മറ്റുമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അതായത് ഈ സ്വത്തുക്കളൊക്കെ ഘട്ടം ഘട്ടമായി ഇറാന് കൈമാറുക, അതുപോലെ ഹോർമുസിൻ്റെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുക, ഇതടക്കം നിരവധി കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തി എന്നായിരുന്നു ഇന്നലെ മാർക്കോ റൂബിയോ അടക്കമുള്ള നേതാക്കൾ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പുതിയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റു വാർത്ത, US ഇറാൻ സമാധാന കരാർ പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെ കടുത്ത നിലപാടുമായി ഇറാൻ MP മഹമ്മൂദ് നബവിയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരാറെങ്കിൽ അത് ഇറാന്റെ പരാജയമായിരിക്കുമെന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന് പരമാധികാരം വേണം, ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കണം, യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ US നീക്കുമെന്നുള്ള ഉറപ്പ് നേടണം, അമേരിക്ക ഈ മേഖലയിൽ നിന്ന് പിന്മാറണം, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ അമേരിക്ക ശ്രമിക്കരുത് എന്നുമുള്ള കാര്യങ്ങളാണ് MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇറാനുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഈ വിഷയത്തിൽ പുറത്തു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കരാറിലേക്ക് എത്തും എന്നുള്ള സൂചനകൾക്കിടയിലാണ് ഇറാനിയൻ MP-യുടെ ഈ പരാമർശം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനിടെ ഇത്തരം സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാന് പരോക്ഷ മുന്നറിയിപ്പുമായുള്ള ട്രംപിൻ്റെ പുതിയൊരു കുസൃതി കൂടി ഇപ്പോൾ ലോകം കാണുകയാണ്. ഇറാൻ പതാക ഏന്തിയ കപ്പലുകൾക്ക് സമീപം സ്ഫോടനം നടക്കുന്ന ചിത്രത്തിനൊപ്പം സ്പാനിഷ് ഭാഷയിൽ ഗുഡ് ബൈ എന്നർത്ഥം വരുന്ന അഡിയോസ് എന്ന് കുറിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചത്. കടലിന് മുകളിലൂടെ ഒരു ഡ്രോൺ പറക്കുന്നതും ഒപ്പം ഇറാന്റെ പതാക വെച്ച നിരവധി കപ്പലുകൾ തീപിടിച്ച് പൊട്ടിത്തെറിക്കുന്നതുമാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തിന് മുകളിലെയാണ് അഡിയോസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പോസ്റ്റിനൊപ്പം ട്രംപ് മറ്റ് വിശദീകരണങ്ങളോ കുറിപ്പുകളോ ഒന്നും നൽകിയിട്ടില്ല. ചിത്രം AI സഹായത്തോടെ തയ്യാറാക്കിയത് എന്നാണ്
എന്നാണ് സൂചന. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിവെക്കുകയും മറ്റും ചെയ്തു. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ട്രംപിൻ്റെ ഈ പോസ്റ്റ്. അപ്പോൾ സമാധാനത്തിന് ട്രംപ് ആഗ്രഹിക്കുന്നില്ലേ, യുദ്ധം തുടരാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഇന്നലെ ഒരു പരിപാടി നടന്നപ്പോൾ സർപ്രൈസ് ഫോൺ കോളുമായി US പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമായി, കൗതുകമായി. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടാൽ അത് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. A good speech, you have to be representative of our country, Sergio. But I just want to say hello to everybody. I love the Prime Minister. Modi is great. He's my friend. And I just want to say a very, very good evening to everybody. It's morning here and it's evening there. And I just want to say you're great. And we've never been closer to India. And India can count on me 100% and our country. If they ever need help, they know where to call. They call right here. We're doing well. We're setting records. We have a record economy, a record stock market, and anything India wants to get. And I'm a big, big fan of Prime Minister Modi. Thank you, sir. Marco Rubio's here. Any advice for ട്രംപ് പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറുമായി നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്നും താൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണെന്നും ട്രംപ് പറയുകയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മുമ്പന്തത്തെക്കാളും ദൃഢമാണ്. ഇന്ത്യ എന്താവശ്യപ്പെട്ടാലും ഞങ്ങൾ അവർക്ക് നൽകുമെന്നും ട്രംപ് ഉറപ്പ് നൽകുകയാണ്. ഇന്ത്യക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും ഏതൊരു സഹായത്തിനും ബന്ധപ്പെടാമെന്നും പറയുന്നു. നമുക്കറിയാം, ഈ ഓഹരി വിപണിയെയും മറ്റും നമ്മുടെ ട്രംപിൻ്റെ പല നയങ്ങളും ബാധിച്ച പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഈ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇന്ത്യയുമായി വലിയ പോരാട്ടം നടത്തുമ്പോഴൊക്കെയാണ് ഇത്തരം സംഭാഷണങ്ങൾ എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ നയങ്ങൾ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാകുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യൻ സൈന്യം നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. വൻ നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ആക്രമണമാണ് റഷ്യ നടത്തിയത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. പുതുതായി വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ പ്രയോഗിച്ചു എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത്. മിസൈൽ പതിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം റഷ്യ പുറത്തുവിട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ ഐക്യരാഷ്ട്രസഭയടക്കം ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് കൂടിയായ വ്ളോഡിമിർ സെലൻസ്കി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൗൺസിൽ യോഗം അടിയന്തരമായി വിളിക്കണം എന്നും വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നു. 4 വർഷമായി തുടർന്ന യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണങ്ങൾ ഒന്നാണ് റഷ്യ നടത്തിയത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 600ഓളം ഡ്രോണുകൾ, 90 മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചതായി യുക്രൈൻ വ്യോമസേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യം തലസ്ഥാനമായ കീവ് ആയിരുന്നു. പിന്നീട് മന്ത്രിമാരുടെ വിദേശകാര്യ മന്ത്രാലയം, ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഓഫീസ്, കെട്ടിടം ഉൾപ്പെടെയുള്ളവയ്ക്ക് ആക്രമണത്തിൽ വ്യാപകമായ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി യുക്രൈൻ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. മാരകായുധങ്ങൾ ഇതിൽ ഉപയോഗിച്ചു എന്നും സെലൻസ്കി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്നാണ് ഇപ്പോൾ റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് മെയ് 22-ന് റഷ്യൻ അധിനിവേശത്തിലുള്ള സ്റ്റാരോബിൽസിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നേരെ നടന്ന ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ഇതിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ റഷ്യ അവകാശപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സൈബറിടത്ത് മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ ആക്രമണം. ഇടത് സൈബർ സഖാക്കളുടെ പ്രൊഫൈലുകളാണ് വലിയ ആക്രമണം മമ്മൂട്ടിക്കെതിരെ സംഭവിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് VD സതീശൻ പങ്കെടുത്ത പരിപാടിയിൽ VD സതീശൻ്റെ സ്വീകരണ യോഗത്തിൽ മമ്മൂട്ടി പങ്കെടുക്കുകയും സതീശനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ മമ്മൂട്ടി സതീശൻ്റെ ആളാണോ എന്ന് മറ്റും ചോദിച്ചാണ് ഇടത് സൈബർ സഹാക്കൾ ആഞ്ഞടിക്കുന്നത്. പക്ഷേ മറ്റു തലത്തിൽ ചില ആളുകൾ മമ്മൂട്ടിക്ക് അനുകൂലമായി വരുന്ന പശ്ചാത്തലവുമൊക്കെ ഉണ്ട്. മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് തൻ്റെ നിലപാട് സ്വീകരിച്ചുകൂടാ, പരസ്യമായി
ഇതുവരെ രാഷ്ട്രീയം പറയാതിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി എന്നും മറ്റും പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം കൈരളി ചാനൽ ചെയർമാനാണ് മമ്മൂട്ടി. പലപ്പോഴും ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തിയ ആൾ കൂടിയാണ്. സതീശൻ്റെ പരിപാടി അതിൽ പങ്കെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇതിപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരു ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. നമുക്കറിയാം ഇടത് ചായ്വുള്ള നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട്. കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. ആ മനുഷ്യൻ, അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് ഈ സതീശനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശൻ പഴയ വി.ഡി. സതീശനല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പരിപാടിയിൽ പങ്കെടുത്തുകൂടാ എന്ന ചോദ്യവും ഉയരുന്നുണ്ടല്ലോ. പക്ഷേ വ്യാപകമായ വിമർശനം സൈബർ സഖാക്കൾ, വയനാട്ടിലെ സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. CPM ജില്ലാ സെക്രട്ടറി അപമാനിച്ചു എന്ന തരത്തിലൊക്കെ അന്ന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം ഇതിനെ, അല്ലേ, വേണമെങ്കിൽ? അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പലരും ഒരു വിമർശനം പറയുന്നത്. കാരണം മമ്മൂട്ടിയുടെ FB പോസ്റ്റ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ളൊരു FB പോസ്റ്റ് ആ ദിവസങ്ങളിൽ ഇടുകയുണ്ട്. അതിന് താഴെ പോലും വലിയ രീതിയിലുള്ളൊരു വിമർശനം മമ്മൂട്ടിക്കെതിരെയുണ്ട്. അതുകൊണ്ടാണ് ആ മമ്മൂട്ടി സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയാനുള്ളൊരു കാരണം തന്നെ അതാണ്. അതിന് താഴെ പോലും ഈ വയനാട് സംഭവത്തെ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും FB പോസ്റ്റുകൾ വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനം മമ്മൂട്ടിക്കെതിരെ തുടർന്ന് അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി V.D. സതീശനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ, അത് കൊച്ചി പൗരാവലിയുടെ ഒരു ആദരം എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ചടങ്ങാണ്. അതിൽ നിരവധിയായ ആളുകൾ ഈ ഒരു കൊച്ചിയുടെ ഒരു വലിയ പരിച്ഛേദം തന്നെ ആ സദസ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്തു. അവിടേക്കാണ് മമ്മൂട്ടി കടന്നു വരുന്നത്. അതിൽ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അപ്പോൾ അവിടെയും മമ്മൂട്ടിക്കെതിരെ ആ സംഭവം ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു വിമർശനം അവിടെയും വരുന്നത്. കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടത ചായ്വ് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യവുമാണ്. അദ്ദേഹം ഈ കൈരളി TV-യുടെ ചെയർമാനുമെല്ലാമായിട്ട് ദീർഘകാലമായി അദ്ദേഹം തുടരുന്നൊരു വ്യക്തി കൂടിയാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറം അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക മുഖമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവാണ്. ഇതെല്ലാമാണ് അദ്ദേഹത്തിന് വിപുലമായ രീതിയിലുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആദരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു അദ്ദേഹം കൊച്ചിയിലാണ് താമസിക്കുന്നത്, കൊച്ചിയുടെ ഒരു ആദരം എന്ന രീതിയിൽ പറയപ്പെടുന്ന, അടയാളപ്പെടുന്ന ഒരു ചടങ്ങിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പാടില്ല? അദ്ദേഹം അവിടെ എത്തേണ്ട ഒരു സാന്നിധ്യം തന്നെയാണ്. ഒരുപക്ഷെ ആ ചടങ്ങിൻ്റെ ഒരു കളർഫുൾ എന്ന് പറയാവുന്നൊരു സംഭവം മമ്മൂട്ടിയുടെ ഒരു കടന്നുവരവോടുകൂടി തന്നെയായിരുന്നു ഇന്നലെ അത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ അദ്ദേഹം ഒരു സാംസ്കാരിക നായകൻ, കൊച്ചിയുടെ മുഖം എന്നെല്ലാം പറയുന്ന ഒരാൾക്ക് അവിടെ പങ്കെടുക്കാൻ പാടില്ലേ എന്നൊരു മറുചോദ്യം തന്നെ ഉയരുന്നുണ്ട്. അതിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് തിരിച്ചാണ്. അദ്ദേഹത്തെ ഇതെല്ലാം തന്നെ ചേർത്തുകൊണ്ട് മമ്മൂട്ടി ഇപ്പോൾ മറുകണ്ഠം ചാടുന്നു എന്ന രീതിയിലെല്ലാം തന്നെ പറയുന്നു. ഇനിയിപ്പോൾ V.D. സതീശനൊപ്പമാകാം, അങ്ങനെ ആകുന്നതിൽ തെറ്റില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടക്കം വിമർശനവുമായിട്ട് വരുന്നത്. ഒപ്പം പിണറായി വിജയൻ ആശംസ നേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റുണ്ട്. അതിന് താഴെയും എല്ലാം തന്നെ കമൻറ്റുകൾ നിറയുന്നത് മമ്മൂട്ടിക്കെതിരെ തന്നെ തിരിഞ്ഞുകൊണ്ടാണ്. തീർച്ചയായും ഇടത് സൈബറിടങ്ങളിൽ തന്നെയാണ് കൂടുതലായും അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. വളരെ നിശിതമായിട്ട് തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. ചിലതെല്ലാം ഒരു പടികടന്ന് ഒരു അസഭ്യം എന്ന രീതിയിലേക്കെല്ലാം തന്നെ ചില മറുപടികളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിന് താഴെ എല്ലാം തന്നെ വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ രീതിയിലാണ് വിമർശനം നിറയുന്നത്. തീർച്ചയായും അതൊരു ഇടത് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നിടങ്ങൾ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷേ അതോടൊപ്പം തന്നെ മമ്മൂട്ടിയെ ഈ കാര്യത്തിൽ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പോകേണ്ടതുണ്ട്, എന്തുകൊണ്ട് ഈ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇതേ ചില ഇടത് നിരീക്ഷകരുമെല്ലാം തന്നെ ഈ രീതിയിൽ തന്നെ മറുചോദ്യം എറിയുന്നുണ്ട്. മമ്മൂട്ടിക്ക് കൈരളി TV-യുടെ ചെയർമാനാണ് അദ്ദേഹം. ഇതെല്ലാം ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ഇത്തരം ഇടങ്ങളിൽ പോകേണ്ടതുണ്ട് എന്നതെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിമർശനം വളരെ രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. മമ്മൂട്ടിക്കെതിരെ ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് സൈബർ ആക്രമണം വരുന്നത് എന്നത് തീർച്ചയായും മമ്മൂട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമുണ്ട്.
മറ്റൊരു വാർത്ത, എറണാകുളം മലയിടം തുരുത്തിലെ തർക്കഭൂമിയിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതി സമീപിക്കുമെന്നുള്ളതാണ്. നിലവിലെ സ്ഥിതിയിൽ കുടിയൊഴിപ്പിക്കൽ സാധ്യമല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ നീക്കമിടുന്നത്. സമരം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം എന്ന് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രദേശത്തെത്തും. MV ഗോവിന്ദൻ അവിടെ എത്തുകയാണ്. രാഷ്ട്രീയ ആയുധമാക്കുന്നു ഈ വിഷയം, സർക്കാർ നിയമവഴിയും തേടുന്നു, അതാണല്ലേ അതിൻ്റെ ഒരു ഫലം? സർക്കാർ നിയമവഴിയിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഉന്നതിയിലെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ തേടണം, അവരെ പുനരധിവസിപ്പിക്കേണ്ടത് അത്രയുമുള്ള ഒരു ബാധ്യത സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിന് തക്കതായ ഒരിടങ്ങൾ കണ്ടെത്തണം. കോടതിയോട് സർക്കാരും ആവശ്യപ്പെടുന്നത് ഇപ്പോഴുള്ളൊരു സാഹചര്യങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഒഴിപ്പിക്കൽ ശ്രമത്തിനിടയിൽ തന്നെ പോലീസ് ഇടപെടൽ അതിശക്തമായി വിമർശിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസിനെ കൊണ്ട് അവരെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അപ്രായോഗികമാണ് എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതേസമയം തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ. സർക്കാർ ചില പാക്കേജുകളടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭൂ ഉടമയുമായി അനുകൂല ഉത്തരവ് നേടിയ ഭൂ ഉടമയുമായി സർക്കാർ തലത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. മന്ത്രി റോജി M. ജോൺ ഒന്നാം വട്ട ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ജില്ലാ ഭരണകൂടവും ക്രിയാത്മകമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. സർക്കാർ തന്നെ ഇതാദ്യമായാണ് കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു മറുപടിയുണ്ട്. ഈ കാര്യങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നത് കോടതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ബോധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ ഇടതുപക്ഷം ഇത് ഒരു ആയുധമാക്കുന്നത്. സർക്കാരിനെതിരെ ഏറ്റവും ആദ്യത്തെ ഒരു സമര പ്രഖ്യാപനം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ മലയിടം തുരുത്ത് നിരവധിയായ ഇടത് നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവും ഇത് ഒഴിപ്പിക്കലിനെതിരെ ശക്തമായ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നത് തന്നെയാണ് ബാക്കിയാവുന്നത്. നേരത്തെ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു ചോദ്യവും വിമർശനവും എല്ലാം ഒരു ഭാഗത്ത്. സ്വാഭാവികമായും ഇടത് കേന്ദ്രങ്ങൾ, ഇടതുപക്ഷം മറുപടി പറയേണ്ടി വരും. അവരുടെ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷവും ഭരിച്ചത്. ആ സമയത്തൊന്നും പ്രശ്നപരിഹാരം ഉണ്ടായിരുന്നില്ല. PV ശ്രീനെതിരെയൊക്കെ നാട്ടുകാർ തിരിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ക്ഷമിക്കണം. താരസംഘടനയ്ക്കുള്ളിലെ പൊട്ടിത്തെറികളിൽ മൗനം പാലിച്ച് മുതിർന്ന താരങ്ങൾ. അടുത്ത മാസം 21-ന് ചേരുന്ന വാർഷിക പൊതുയോഗത്തിലെല്ലാം ചർച്ചയാവുന്ന നിലപാടിലാണ് താരങ്ങൾ. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷം സംഘടനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നേതൃത്വം മാറണം എന്ന നിലപാടുള്ള നിരവധി പേരുണ്ട് എന്ന് പറയുന്നു. ഇടവേള ബാബുവിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് ഇന്നലെ പലരും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കാൻ. ഡാനി, 21 വരെ കാത്തിരിക്കണമോ ഈ പ്രശ്നപരിഹാരത്തിന്, അതോ അതിനു മുൻപ് ഈ തലപ്പത്തുള്ളവരൊക്കെ രാജിവെച്ചൊഴിയുമോ? ഏതായാലും തലപ്പത്തുള്ളവർ രാജിവെച്ചൊഴിയും രഞ്ജിത്ത്. അത് 21-ന് നടക്കുന്ന ജനറൽ ബോഡി അടക്കമുള്ള കാര്യങ്ങളിലുള്ള തീരുമാനമായിരിക്കും. പക്ഷേ അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം, താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം തീരാത്ത ഒരു നാണക്കേടിലേക്ക് അടക്കം ചെല്ലും. അത്ര വരെ എത്തിക്കണമോ എന്നതാണ് ഇപ്പോൾ പലരുടെയും ചോദ്യം. ഇതിനു വേണ്ടി ഇടപെടേണ്ടത് മെഗാ താരങ്ങൾ, മുതിർന്ന താരങ്ങളെല്ലാം തന്നെയാണ്. അവർ ഇതുവരെയും ഈ വിഷയത്തിൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ ബോധപൂർവമായിരിക്കും, അല്ലെങ്കിൽ വല്ലാത്തൊരു നിസ്സംഗതയിലേക്കടക്കം ഒരു വലിയ വിഭാഗം താരങ്ങളെല്ലാം തന്നെ പോന്നിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ വനിതാ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുകൊണ്ട് ഇത് ആക്രമിക്കുന്ന, അതായത് വാക്പോര് നടത്തുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പുകളടക്കം പലരുടെയും കയ്യിലുണ്ട് എന്നതടക്കം, അതായത് സംസാരങ്ങൾ പലരും റെക്കോർഡ് ചെയ്ത് ഈ രീതിയിൽ പുറത്തുവിടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ വല്ലാത്തൊരു നാണക്കേടിലേക്ക് താരസംഘടന നീങ്ങുന്നു. നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നേതൃത്വമുണ്ടോ എന്ന ഒരു ചോദ്യം തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. ശ്വേതാ മേനോനെതിരെ രൂക്ഷമായ വിമർശനം പ്രസിഡന്റിനെതിരെ ഒരു ഭാഗത്ത് ഉയരുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ചേരിതിരിവ് വളരെ പ്രകടമാണ്. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് അടുത്ത മാസത്തെ ജനറൽ ബോഡി യോഗത്തിലാണെന്ന് പറയുന്നു. അവിടെ നേതൃമാറ്റം അടക്കം ഉന്നയിക്കാനുള്ള നീക്കത്തിലേക്ക് ഒരു ഭാഗം പോകുന്നു. പക്ഷേ അതിനു മുൻപ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ബാധ്യതയിലേക്കാണ് നേതൃത്വമുള്ളത്. ഏതായാലും അൻസിബാസിന് ഉയർത്തിയ വിവാദങ്ങളും വിമർശനങ്ങളും അത് അവരെ കേൾക്കാൻ അമ്മ നേതൃത്വം തയ്യാറാകുന്നു എന്നതാണ്. അതൊരുപക്ഷെ ജനറൽ ബോഡിക്ക് മുൻപായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും. അവർ അതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വലിയ നാണക്കേടിലേക്ക് താരസംഘടന എത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനീഷിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം ADGP അജിത് കുമാർ ഇടപെട്ട് തടഞ്ഞു. തെളിവ് ശേഖരണത്തിനും അജിത് കുമാർ തടസ്സം നിന്നു. 5 ഉദ്യോഗസ്ഥരാണ് അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വന്നേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം അന്വേഷണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഭവത്തിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, അതിഗുരുതരമായ ആരോപണങ്ങൾ, മൊഴികൾ ലഭിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. MR അജിത് കുമാറിനെതിരെ ഉന്നത ഇടപെടൽ ഉണ്ടായി എന്നുള്ള സൂചനകൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നവകേരള യാത്രക്കിടയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. ആദ്യം ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ DYSP ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് SITക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാരായിരുന്ന അനിൽകുമാറിന്റെയും അതോടൊപ്പം സന്ദീപിന്റെയും മൊഴി രേഖപ്പെടുത്താനോ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കം ബോധപൂർവം MR അജിത് കുമാർ തടഞ്ഞു എന്നതാണ് അതിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ. അതോടൊപ്പം ഈ MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരും സമാനമായ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതായത് വഴങ്ങിയില്ല എങ്കിൽ വില കൊടുക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്നാണ് ഈ 5 ഉദ്യോഗസ്ഥർ SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ഒരു സംഭവത്തിൽ ഈ MR അജിത് കുമാറിനെ കുരുക്കിലാക്കിക്കൊണ്ട് മൊഴി നൽകിയ ആദ്യം അന്വേഷണത്തിന് നേതൃത്വം നൽകിയ DYSPയെ ഈ കേസിലെ മാപ്പ് സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം കൂടി SIT ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് കൈമാറുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടികൾ ഇന്ന് തന്നെ തുടങ്ങുമോ എന്നതിലാണ് ഒരു ആകാംക്ഷ നിറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് സേനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള പൊളിച്ചെഴുത്തലുകൾക്ക് വഴിവെക്കും. MR അജിത് കുമാറിനെതിരെ വരുന്ന നടപടി നീണ്ടേക്കും എന്നുള്ള സൂചനകളും പോലീസിൽ ശക്തമാണ്. തീർച്ചയായും അതാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. MR അജിത് കുമാർ കൂടി ഈ വിഷയത്തിൽ പ്രതിപട്ടികയിലേക്ക് വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തുന്ന സൗജന്യ യാത്ര നടപ്പാക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. പ്രായ വരുമാന പരിധി ഇല്ലാതെ സൗജന്യ യാത്രയാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന. ആലോചനയില്ലാതെ IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിൽ മന്ത്രിമാർക്കുള്ള അതൃപ്തിയും ക്യാബിനറ്റിൽ ചർച്ചയായേക്കും. ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ മന്ത്രിമാർ യോഗത്തിൽ അതൃപ്തി അറിയിക്കാൻ സാധ്യതയുണ്ട്. അല്പസമയത്തിനകം മന്ത്രിസഭായോഗം ചേരും. VV അരുൺ ചേരും. അരുൺ, വിശദാംശങ്ങൾ. മന്ത്രിസഭായോഗം 11:30-ക്കാണ് ആരംഭിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വരേണ്ട കാര്യമില്ല, നേരത്തെ എടുത്ത തീരുമാനമാണ്. പക്ഷേ KSRTC തയ്യാറാക്കിയ പ്രപ്പോസൽ ഒരുപക്ഷെ മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മന്ത്രിസഭായോഗത്തിൽ വരാനുള്ളത് മന്ത്രിമാരുടെ അതൃപ്തിയാണ്. അതായത് IAS ട്രാൻസ്ഫർ മന്ത്രിമാർ കടുത്ത അതൃപ്തിയിലാണ്. റവന്യൂ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർമാർ. റവന്യൂ മന്ത്രി അറിയാതെ അവരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. അതുപോലെ വ്യവസായ സെക്രട്ടറിയുടെ നിയമനം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞില്ലെന്ന പരാതിയുമുണ്ട്. അത്തരം കാര്യങ്ങൾ മന്ത്രിമാർ എന്നൊരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചേക്കും. നേരത്തെ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ജില്ലാ കളക്ടർമാരെ സ്ഥലം മാറ്റിയിരുന്നത്. പക്ഷേ പിണറായി സർക്കാരിന്റെ കാലത്ത്, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രിയുമായി കൂടിയാലോചിക്കാതെ കളക്ടർമാരെ സ്ഥലം മാറ്റിയിരുന്നു. ആദ്യഘട്ടത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രി അതിൽ എതിർപ്പറിയിച്ചെങ്കിലും പിന്നീടും അതേ സമീപനമാണ്. IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്നവരാണ്. മുഖ്യമന്ത്രിയാണ് IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അന്ന് ആ സ്ഥലം മാറ്റങ്ങൾ നടത്തിയത്. അതേ ഒരു വഴിയിലേക്കാണ് ഈ തവണ VD സതീശൻ നീങ്ങിയത്. ഏതായാലും മന്ത്രിമാർ അക്കാര്യത്തിൽ അതൃപ്തി വ്യക്തമാക്കും. ശരി. ഒപ്പം PSC റാങ്ക് ലിസ്റ്റുകളുടെ പട്ടിക കാലാവധി നവംബർ 30 വരെ നീട്ടാനുള്ള സർക്കാർ ശുപാർശയിൽ PSC തീരുമാനം ഇന്ന് വരും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ പല റാങ്ക് പട്ടികകളിലും പ്രതീക്ഷിത നിയമനം നടന്നിട്ടില്ല. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഓഗസ്റ്റ് 31 വരെയുള്ള പട്ടികകളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തത്. അരുണ, ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, സംസ്ഥാനത്തെ റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാൻ നേരത്തെ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. ഇതിനുള്ള ശുപാർശ അവർ PSCക്ക് സമർപ്പിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 30 കാലാവധി അവസാനിക്കുന്ന പട്ടികകൾ നവംബർ 30 വരെ, ഓഗസ്റ്റ് 31 വരെ നീട്ടാനാണ് അന്ന് തീരുമാനമെടുത്തത്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആദ്യം ഈ ശുപാർശ സമർപ്പിക്കുമ്പോൾ എന്താ കാരണത്താലാണ് നീട്ടുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അത് തിരുത്തി വീണ്ടും
മുഖ്യമന്ത്രി ശുപാർശ നൽകിയിട്ടുണ്ട്. 2022 കോവിഡ് കാലത്താണ് അവസാനമായി 2021 കോവിഡ് കാലത്താണ് അവസാനമായി സംസ്ഥാനത്ത് റാങ്ക് പട്ടികൾ നീട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ PSC യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. സ്വാഭാവികമായും സർക്കാർ ശുപാർശ അംഗീകരിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇതിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ തടസ്സങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ പട്ടികകളും നീട്ടുമോ എന്ന് വ്യക്തമല്ല. എങ്കിലും പൊതുവിൽ സർക്കാർ തീരുമാനത്തെ PSC അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. VVR വിവരങ്ങൾ പങ്കുവച്ചു. വാർത്താ ബുള്ളറ്റിൻ തുടരും ഇടവേളയ്ക്ക് ശേഷം. ഹൈബ്രിഡ് ഫണ്ടിൽ ഇക്വിറ്റിയും ഡെറ്റിൻ്റെയും കൂടെ ഒരു മിക്സാണ്. ചില ഫണ്ട് ഹൗസസ് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് വാല്യുവേഷൻ്റെ ബേസിസിലാണ്. അതായത് ഇക്വിറ്റി മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഡെറ്റിൻ്റെ പോർഷൻ കൂട്ടും. അതല്ല, ഇക്വിറ്റി മാർക്കറ്റ് വളരെ അട്രാക്റ്റീവ് ലെവലിലാണ്, ഒരുപാട് താഴെയാണ്, നല്ല സ്ക്രിപ്റ്റ്സ് ഇപ്പോൾ റെഡിലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഇക്വിറ്റി പോർഷൻ കൂട്ടും. പക്ഷേ നെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിക്സാണ്, ഇക്വിറ്റിയും ഡെറ്റും കൂടെ ഉള്ള മിക്സാണ്. അപ്രീസിയേഷൻ തരിക വിത്ത് ലെസർ വൊളാറ്റിലിറ്റി, അതായത് കുറഞ്ഞ ഫ്ലക്ച്വേഷനിലോടുകൂടി ക്യാപിറ്റൽ അപ്രീസിയേഷൻ തരിക എന്നുള്ളതാണ് ഹൈബ്രിഡ് ഫണ്ട്സിന്റെ എയിം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. വെറുമൊരു തമാശയായി അല്ലെങ്കിൽ ഒരു ട്രോൾ പേജായി ആരംഭിച്ച ഈ ഓൺലൈൻ കൂട്ടായ്മ ഇന്ന് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വൻ ജനമുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. സൈബറിടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പാറ്റകളുടെ പ്രതിഷേധം ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് ഭരണകൂടവും പോലീസും കനത്ത ജാഗ്രതയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിൽ CJP ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയും അതിനെ തുടർന്ന് പോലീസ് സ്വീകരിച്ച കർശന നടപടികളും വിരൽ ചൂണ്ടുന്നത് ഈ ഡിജിറ്റൽ വിപ്ലവം അക്ഷരാർത്ഥത്തിൽ കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ടൗൺ ഹാൾ പരിസരത്ത് ഞായറാഴ്ച സമാധാനപരമായ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നായിരുന്നു കന്നഡ ഭാഷയിലുള്ള പോസ്റ്ററുകളിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ തരംഗമായി മാറിയ ഈ ആഹ്വാനം അധികാരികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പാറ്റകളുടെ ശക്തി ഓൺലൈനിൽ മാത്രമല്ല തെരുവുകളിലുമുണ്ടെന്ന് തെളിയിക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ കർണാടക പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി. ടൗൺ ഹാളിന് സമീപം പ്രതിഷേധം സംഘടിപ്പിക്കാൻ യാതൊരുവിധ അനുമതിയുമില്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് ഇത്തരം നിയമവിരുദ്ധ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബംഗളൂരുവിൽ ഫ്രീഡം പാർക്ക് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങളോ റാലികളോ പാടില്ലെന്ന നിയമം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഈ നീക്കത്തിന് തടയിട്ടത്. പരിപാടിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിനെതിരെയും കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ പേജിന്റെ ആഹ്വാനത്തിന് ഇത്രത്തോളം വലിയ പോലീസ് സന്നാഹവും ജാഗ്രതാ നിർദ്ദേശവും വേണ്ടി വന്നു എന്നതുതന്നെ കോക്രോച്ച് ജനതാ പാർട്ടി സൃഷ്ടിച്ച സ്വാധീനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ ബംഗളൂരുവിൽ പ്രഖ്യാപിക്കപ്പെട്ട റാലി ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് ഔദ്യോഗിക കോക്രോച്ച് ജനതാ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ നീക്കങ്ങൾ തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെതിരെ ഫ്ലക്സ്. തിരൂരിലാണ് ഫ്ലക്സ് ഉയർന്നത്. വർഗീയവാദികളെ കൂട്ടുപിടിച്ച് പാർട്ടിയെ വിറ്റ് കാശാക്കിയെന്നാണ് വിമർശനം. സേവ് CPM എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. പെട്രോൾ ലിറ്ററിന് ₹2.61, ഡീസൽ ലിറ്ററിന് ₹2.71 ഇന്ന് കൂടി. 10 ദിവസത്തിനിടെ 4ാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. ഇതോടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ₹102.12 പെട്രോളിൻ്റെ വില. ഡീസലിന് ₹95.20 മെയ് 15 ശേഷം ₹7.50 ഡീസലിനും പെട്രോളിനും കൂടിയത്. സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബ്രന്റ് ക്രൂഡ് വില കുറഞ്ഞിട്ടുമുണ്ട്. ബാരലിന് $97 ബ്രന്റ് ക്രൂഡ് വില കുറഞ്ഞത്.
സംസ്ഥാനത്ത് നാളെ മുതൽ കാലവർഷം എത്തും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിനോട് ചേർന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ഇന്നും സാധ്യതയുണ്ട്. പക്ഷേ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലവർഷം എത്തുന്നതോടുകൂടി മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കെട്ടിട നിർമ്മാണ കമ്പനികളും കരാറുകാരും തമ്മിൽ ഉള്ള ചില ധാരണകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളെ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ തൊഴിൽ രംഗം വല്ലാത്ത സ്തംഭനാവസ്ഥയിലാണ്. വഴിച്ചിലവും ടിക്കറ്റും ഒക്കെ എടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്ന പല അതിഥി തൊഴിലാളികളെയും കേരളത്തിൽ എത്തും മുമ്പ് തന്നെ ട്രെയിനിൽ നിന്ന് ആളുകൾ റാഞ്ചുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിനായി പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടത്രേ. ചെന്നൈ, മംഗളൂരു സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തൊഴിലാളികളെ ഭദ്രമായി സംസ്ഥാനത്ത് എത്തിക്കുന്നതിനായി സ്പെഷ്യൽ ട്രെയിൻ വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ബിൽഡേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേക്ക് കത്ത് നൽകുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് കോവിഡ് ലോക്ക്ഡൌണിന് സമാനമായ തൊഴിലാളി ക്ഷാമമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയിൽ അനുഭവപ്പെടുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും പണം മുൻകൂറായി നൽകി മേസ്തരിമാരുടെ നേതൃത്വത്തിൽ പണിക്കാരെ ട്രെയിനിൽ കേരളത്തിൽ എത്തിക്കുകയാണ്. പക്ഷേ 10,000 പേരെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ 30-40 പേർ മാത്രമാണ് ഇവിടെ എത്തുന്നത്. ഇവരുടെ ഇടയ്ക്കുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് മറ്റ് ഏജന്റുമാർ പണിക്കൂലി കൂട്ടി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് തൊഴിലാളികളെ ചെന്നൈക്കും മംഗളൂരുവിനും മുൻപുള്ള ചെറിയ സ്റ്റേഷനുകൾ ഇറങ്ങേണ്ട സമയമാകുമ്പോഴാണ് സംഘത്തലവനായ മേസ്ത്രി പോലും തൊഴിലാളികൾ കൂടെയില്ല എന്ന് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിലും നിന്നും മംഗളൂരു വഴിയും മറ്റുമാണ് തൊഴിലാളികൾ എത്തുന്നത്. പണം മുടക്കിയ ആൾ തൊഴിലാളികളെയും കാത്ത് നിൽക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ആരും എത്തില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇതേ സമാനമായ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ കേരളം നമുക്കറിയാം ഏതാണ്ട് 35 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇതിൽ ഏതാണ്ട് പകുതിയിലധികം ആളുകളും തിരിച്ചു പോയതിനെ തുടർന്ന് വലിയ തോതിലുള്ള തൊഴിലാളി ക്ഷാമം നമ്മുടെ പല മേഖലകൾ നേരിടുകയാണ് എന്നാണ് വിവരം. സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ താരമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് 1 മില്യൺ ഫോളോവേഴ്സ് കടന്നിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 5 ദിവസം കൊണ്ട് ഇത് 16 ലക്ഷം ഫോളോവേഴ്സായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഓരോ ദിവസവും ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിധം. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ നേതാവായി വി.ഡി. സതീശൻ മാറി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ പുറത്തു വരുന്നുണ്ട്. 2020 തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന പേരിലായിരുന്നു. ഇപ്പോൾ വി.ഡി. സതീശൻ ഒഫീഷ്യൽ എന്ന പേരിലേക്ക് മാറ്റിയ പേജിനാണ് ഇപ്പോൾ ഇത്തരം വലിയ ലൈക്കുകളും കമൻറ്റുകളും മറ്റും വരുന്നത്. ഫേസ്ബുക്കിൽ 8,13,000 പേരും എക്സിൽ 51,500 പേരും മുഖ്യമന്ത്രിയെ പിന്തുടരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം സമൂഹ മാധ്യമ പിന്തുണയുള്ള നേതാവ് ശശി തരൂർ MP ആണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 2020 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവ് തെറിക്കുമോ? സമീപകാലത്തെ സൂര്യയുടെ പ്രകടനം നോക്കിക്കാണുമ്പോൾ ഇത്തരം ചില വ്യാഖ്യാനങ്ങളിലേക്ക് മാധ്യമങ്ങൾ എത്തുകയാണ്. ഗൗതം ഗംഭീറിന് ഇപ്പോൾ സൂര്യകുമാറിനോട് അത്ര താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സൂര്യകുമാറിൻ്റെ ഭാവി തീരുമാനിക്കുക ഗൗതം ഗംഭീർ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ സൂര്യ നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നാണ് BCCIയിലെ മുതിർന്ന വക്താക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റിൽ അടുത്ത ക്യാപ്റ്റനാകാൻ സാധ്യതയുള്ള നിരവധി ആളുകളുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനി പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റനും ഏകദിന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനുമായ ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യരെ ഗംഭീറും തമ്മിലുള്ള ചില തർക്കങ്ങളാണ് ശ്രേയസിൻ്റെ ക്യാപ്റ്റൻസിലേക്ക് വിഘാതമെന്നാണ് പുറത്തു വരുന്ന ഒരു വിവരം. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിനെ 2ാം തവണയും തുടർച്ചയായി പ്ലേ ഓഫിലേക്ക് നയിച്ച ശുഭ്മാൻ ഗിൽ പരിഗണനയിലുള്ള മറ്റൊരാളാണ്. 2020 ലോകകപ്പിൽ തൊട്ടു മുൻപ് വരെ അഗാർക്കറും സംഘവും ഗില്ലിനെ എല്ലാ ഫോർമാറ്റിലേക്കുള്ള ദീർഘകാല ക്യാപ്റ്റനായി കണ്ടിരുന്നു. പക്ഷേ സമീപകാലത്തെ ലോകകപ്പ് ഫോമൊക്കെ ഗില്ലിന് പ്രശ്നമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യകുമാർ യാദവിൽ നിന്ന് പുറത്തായാൽ ഗില്ലിനെ 2020 ടീമിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം മുംബൈ ഇന്ത്യൻസ് താരമായ തിലക് വർമ്മ കൺസിസ്റ്റന്റ് പെർഫോമൻസ് കൊണ്ട് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഒരു താരമാണ്. തിലക് വർമ്മയും നായകനായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
ദൃശ്യം സിനിമയുടെ 3ാം ഭാഗം പുറത്തിറങ്ങിയതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് തൊടുപുഴയ്ക്ക് സമീപം വാഴത്തലയിലുള്ള ജോർജ് കുട്ടിയുടെ വീട്. പതിറ്റാണ്ടുകൾ ഇന്ത്യൻ സിനിമയെ ത്രസിപ്പിച്ച കേന്ദ്രബിന്ദുവായ ഈ വീട് ഇന്ന് സിനിമാ പ്രേമികളുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. സിനിമാ പ്രേമികൾക്ക് ഈ വീട് വെറുമൊരു കെട്ടിടമല്ല. കഴിഞ്ഞൊരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഹൃദയഭാഗമാണ്. തൊടുപുഴ വഴിത്തലയിലെ മടത്തിൽപ്പറമ്പിൽ MK ജോസഫിന്റെ ഈ വീടാണ് ദൃശ്യത്തിന്റെ 3 ഭാഗങ്ങളിലും ജോർജ് കുട്ടിയുടെ വീടായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ദൃശ്യം 3 റിലീസ് ചെയ്തതോടെ ഈ വീടും പറമ്പും വീണ്ടും ചർച്ചയാവുകയാണ്. 13 ദിവസത്തെ ഷൂട്ടിങ്ങിനായിരുന്നു ഇത്തവണ വീട് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അദ്ദേഹം കഥയിലെ ഒരു കാശുകാരനായിട്ടാണ് 3ാം തവണ വന്നത്. അപ്പോൾ അതനുസരിച്ച് വീടിന് അവരുടേതായ പ്ലാനിൽ മോഡിഫിക്കേഷൻ നടത്തി. ഇനി നമുക്ക് ഈ ഭൂശിഷ്ടം അല്ലെങ്കിൽ അവർ മാറ്റിത്തരും, ഒരു കുഴപ്പമില്ല. അവരെല്ലാ കാര്യത്തിലും ഡീസൻ്റാണ്. വീണ്ടും ഒരു ഷൂട്ട് വേറൊരു സിനിമയുടെ വരുവാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യും. ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്നുണ്ട് ആ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട്. ഷൂട്ട് നടന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെ സംഭവവാസങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. വരുൺ പ്രഭാകരന്റെ കൊലപാതകവും ഇത് മറച്ചുവെക്കാൻ ജോർജ് കുട്ടി നടത്തുന്ന ആസൂത്രണങ്ങളുമൊക്കെ നടന്നത് ഈ വീട്ടിനുള്ളിൽ വെച്ചാണ്. ഷൂട്ടിംഗ് ദിനങ്ങളിലും അല്ലാത്തപ്പോഴും സിനിമാ പ്രേമികൾ ഈ വീട്ടിലേക്ക് എത്താറുണ്ടെന്നാണ് ജോസഫ് പറയുന്നത്. വരുന്നവരെ സ്വീകരിക്കാനും ഈ കർഷകൻ തയ്യാറാണ്. വീട് മാത്രമല്ല, തൊടുപുഴയ്ക്ക് സമീപത്തെ ദൃശ്യം ചിത്രീകരിച്ച മറ്റിടങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. വീടിരിക്കുന്ന സ്ഥലമായ വഴിത്തലയിലെ ബേക്കറിയിൽ ഉൾപ്പെടെ ഇത്തവണ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. വാഗമൺ, എറണാകുളം, തൊടുപുഴ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ഷെഡ്യൂൾ. ന്യൂസ് 18 തൊടുപുഴ. സ്വന്തം കടയിലെ 200ഓളം ജീവനക്കാരെയും കൂട്ടി ലാലേട്ടന്റെ ദൃശ്യം 3 കാണാനെത്തിയിരിക്കുകയാണ് സ്ഥാപന ഉടമ. കുറ്റിപ്പുറത്തെ ചോറും മീനും എന്ന സ്ഥാപനത്തിലെ 150-ലധികം വരുന്ന ജീവനക്കാർക്കും കുടുംബങ്ങൾക്കുമായാണ് ഉടമ രാജീവ് കുറ്റിപ്പുറം സിനിമ കാണാൻ അവസരമൊരുക്കിയത്. സന്തോഷമുണ്ടെന്ന് ജീവനക്കാരും അവരുടെ സന്തോഷവും സ്നേഹവുമാണ് തന്റെ കരുത്തെന്ന് രാജീവും പറഞ്ഞു. സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കാണുന്ന ഒരു സ്ഥാപന ഉടമ. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല അത്. എന്നാൽ കുറ്റിപ്പുറത്തെ ചോറും മീനും എന്ന സ്ഥാപനത്തിലെ 200-നടുത്ത് വരുന്ന ജീവനക്കാർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാരെ കുടുംബത്തെ പോലെ കണ്ട് സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു സ്ഥാപന മേധാവി. ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകാതെയും മാന്യമായ വേതനം നൽകിയും സ്നേഹിക്കുന്ന രാജീവ് ഇപ്പോൾ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ലാലേട്ടന്റെ ദൃശ്യം 3 സിനിമ കാണിച്ചുകൊണ്ടാണ്. ദൃശ്യം റിലീസായ ആദ്യ ദിവസം തന്നെ മുഴുവൻ ജീവനക്കാരെയും കൂട്ടി ചങ്ങരംകുളം മാസ് തിയേറ്ററിലാണ് സിനിമ കാണാനെത്തിയത്. ജീവനക്കാരാണ് തന്റെ കരുത്തും വിജയവും എന്നാണ് രാജീവ് പറയുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞ അന്നു മുതൽ എല്ലാവരും ഈ ഒരു ദിവസത്തിനായി കാത്തിരിപ്പായിരുന്നുവെന്ന് രാജീവ് പറയുന്നു. ഇത് മലയാളികളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഫിലിമാണ് ദൃശ്യം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം ഈ നമ്മുടെ ജോലിക്കാരൊക്കെ ഭയങ്കര സ്ട്രെസ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഫ്രീ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ദൃശ്യം കാണാൻ പോകാമെന്ന് കഴിഞ്ഞ ഒരു മാസം മുന്നേ പിന്നെ ഇങ്ങനെ അനൗൺസ് ചെയ്ത സമയത്ത് അവർ ഈ ഒരു ദിവസം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ സത്യത്തിൽ കുറേ ആളുകൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിയേറ്റർ കാണുന്ന ആളുകളുണ്ട്, പിന്നെ ആദ്യമായിട്ട് തിയേറ്ററിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പലരും ആദ്യമായാണ് തിയേറ്ററിൽ സിനിമ കാണുന്നത്. അതിന്റെ സന്തോഷം അവരുടെ വാക്കുകളിലുമുണ്ട്. അടിപൊളിയായിട്ട് സന്തോഷമാണ്. എല്ലാവരും ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. നല്ല സന്തോഷം, നല്ല ഹാപ്പിയാണ്. കുടുംബം അനിയത്തിയുണ്ട് കൂടെ, എല്ലാവരുണ്ട്. മുൻപ് ജീവനക്കാരെ കൂട്ടി വിനോദയാത്ര പോയും അവരോട് തനിക്കുള്ള സ്നേഹം രാജീവ് പ്രകടിപ്പിച്ചിരുന്നു. 180 ജീവനക്കാരാണ് ചോറും മീനും എന്ന സ്ഥാപനത്തിലുള്ളത്. അവരവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ജോലികൾ മാത്രമാണ് ഓരോരുത്തർക്കും നൽകാറുള്ളത്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ അധികൃതർ അടിയന്തര നടപടിയിലേക്ക്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ കർശന നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും കുളങ്ങാട്ടുമലയിലെ അപകട മേഖലയിൽ എത്തി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കഴിഞ്ഞ 1 വർഷമായി പ്രദേശത്തെ താമസക്കാരിയായ വിനീതയുടെ കുടുംബവും അംബേദ്കർ ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങളും ഉന്നയിച്ച പരാതിയിലാണ് ഇപ്പോൾ നടപടിക്ക് വഴിതെളിഞ്ഞത്. മലഞ്ചെരുവിൽ ശാശ്വത സുരക്ഷയൊരുക്കാൻ വിപുലമായ പദ്ധതിയാണ് അധികൃതർ ആലോചിക്കുന്നത്. കുളങ്ങാട്ടുമലയുടെ മുകളിൽ നിന്നും താഴേക്ക് പ്രത്യേക ഓവുചാൽ നിർമ്മിച്ച് മഴവെള്ളം കുത്തിയൊലിക്കുന്നത് തടയും. കൂടാതെ കുന്നിടിഞ്ഞ് അടഞ്ഞുപോയ താഴത്തെ ഓവുചാൽ തുറന്ന് നീരുറവകൾ സുഗമമായി ഒഴുക്കിവിടാനും ആലോചിക്കുന്നുണ്ട്. ഏകദേശം 40 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാലതാമസമെടുക്കും. താൽക്കാലിക പ്രതിരോധമെന്ന നിലയിൽ മഴക്കാലത്ത് കുന്നിടിയുന്നത് തടയാൻ മലമുകളിലെ വിള്ളലുകളിൽ മണ്ണിട്ട് മൂടിയ ശേഷം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് ആവരണം തീർക്കും. ഇതുവഴി മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മലയിടിയുന്നത് തടയാനാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.
മാസങ്ങളായി ഭീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനം നൽകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.